കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കും. നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം. എന്നിട്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധി കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അവ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാതിസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിന് സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്: തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇപ്രകാരമാണ്: എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കും. പലപ്പോഴും ഈ ഒരു രീതിയിൽ സ്വാതന്ത്ര്യത്തെ കാണുമ്പോൾ അത് അടിമത്തത്തിൻ്റെ ഒരു മൂടുപടമായിട്ട് മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടെന്നാൽ ഈ തെറ്റായ ധാരണ പലപ്പോഴും നമ്മുടെ ജഡികാസക്തികളിലേക്കും അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പാപത്തിൻ്റെ അടിമകളായിട്ട് മാറുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, എനിക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഒരിക്കലും തെറ്റായി വിനിയോഗിക്കുവാനുള്ള ഒന്നല്ല, തെറ്റിലേക്ക് നയിക്കുന്ന ഒന്നല്ല, അതുപോലെ തന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിനിയോഗിക്കുവാൻ സാധിക്കണം. പലപ്പോഴും അത് സാധിക്കാതെ പോകുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ അടിമകളായിട്ട് മാറുകയാണ്. കാരണം ഈ ലോക സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളാണ് ആ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രവർത്തികൾ നമ്മളെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് മാറുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തെ പ്രതിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഈ ലോക സുഖങ്ങളുടെ പുറകെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിന് അടിമകളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്നു. ആ സുഖം ഒഴിവാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നതും അതാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കണം. അതിന് സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യം എന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമുക്കറിയാം യേശുക്രിസ്തു തന്നെയാണ്.
അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേർന്നാൽ മാത്രമാണ് യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ആ വ്യക്തിക്ക് എത്തിച്ചേരുവാൻ സാധിക്കുക. അതിന് അവൻ സത്യത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകണം. സത്യം തന്നെയായ ദൈവത്തെ അവൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ അവൻ തയ്യാറാകണം. മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഹൃദയ തുറവി അവനുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ വായിച്ചു കേൾക്കുന്ന വചനം മനസ്സിലാക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന അവസരങ്ങളുണ്ടാകാം. ആ സമയത്ത് ഹൃദയ വിശാലതയോടുകൂടെ എളിമയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട്, കർത്താവ്, ഇന്ന് ഈ വചനത്തിലൂടെ അങ്ങ് എന്താണ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇന്ന് ഈ വചനത്തിലൂടെ അങ്ങ് എന്ത് സന്ദേശമാണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ പതിയെ പതിയെ പുതിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും. ഇവിടെ പാപത്തിന് അടിമകളായി തീരുന്നത് കൊണ്ട് കർത്താവ് അവരെ ശകാരിക്കുകയാണ്. നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് പറയുന്നു, പക്ഷേ അബ്രാഹത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് എന്ന് വാദിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ നിങ്ങൾ പാപത്തിൽ തന്നെ തുടരുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അവർ കടന്നു പോകുന്ന അവസ്ഥ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ യേശു അവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ അടിമകളായിട്ട് മാറുകയില്ല, മറിച്ച് ഒരു മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. യേശുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവമക്കളാക്കാനുള്ള ഒരു വിളിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആ വിളി സ്വീകരിക്കുന്നവർ തീർച്ചയായും ആ ഒരു മക്കളെന്ന സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കും പിതാവായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. പക്ഷേ യഹൂദർ ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും യേശുവിനെ ധിക്കരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ എളിമയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയും ദൈവത്തിന് നിരന്തരം നന്ദി പറയുകയും ചെയ്യുക. ദൈവം നൽകുന്ന കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് അതിന് നന്ദി പറഞ്ഞ് പുത്രന്മാരെന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ തീർച്ചയായും അവിടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഈ ദീപാവലി സന്ധിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? പൂക്കളം പലപ്പോഴും നമുക്കറിയാതെ പോകുന്നത് ഈ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് എപ്രകാരമാണ്? പുത്രന്മാരെന്ന രീതിയിലാണോ ഞാൻ ഈ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നത്? അതോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളാണോ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രവൃത്തികൾക്ക് അടിമകളായിട്ട് തീരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്രയും വേഗം പാപത്തിൻ്റെ അടിമകളായിട്ട് മാറും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നയിക്കുന്ന വഴികളിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.